ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലാണ് പുറത്തായത്. സീസണിൻ്റെ ആദ്യ പകുതിയിൽ ഗംഭീര പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത്. എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒരുപാട് തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. അങ്ങനെ പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗംഭീര പ്രകടനമായിരുന്നു സൂപ്പർ സ്ട്രൈക്കറായ ദിമിത്രിയോസ് നടത്തിയിരുന്നത്. 17 മത്സരങ്ങളായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. അതിൽ നിന്ന് 16 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 13 ഗോളുകളും 3 അസിസ്റ്റുകളുമായിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. ISLലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയതും അദ്ദേഹം തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടുകൂടി അദ്ദേഹം ക്ലബിനോട് വിട പറഞ്ഞു. നിലവിൽ മറ്റൊരു ISL ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ISLൽ പ്രതീക്ഷിച്ച പോലെയുള്ളൊരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 5 മത്സരങ്ങൾ കളിച്ചിട്ട് 1 ഗോളും 1 അസിസ്റ്റും മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ സീസണിലെ ഗംഭീര പ്രകടനത്തിൻ്റെ ഫലമായി കൊണ്ട് ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ISL താരത്തിനുള്ള പുരസ്കാരമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ സീസൺ അവസാനിച്ചതിനു ശേഷമായിരുന്നു അദ്ദേഹത്തെ ബെസ്റ്റ് പ്ലെയറായി കൊണ്ട് തിരഞ്ഞെടുത്തത്. എന്നാൽ അതിൻ്റെ പുരസ്കാരം ഇപ്പോഴാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ആ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയൊരു സാലറി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ദിമിയെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയത്. അദ്ദേഹത്തെ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോയത്. പകരം ജീസസ് ജിമിനസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു. പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അരീന വീണ്ടും എത്താം.